കാർട്ടൂൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രവാസി വ്യവസായിയുടെ നിർണായക മൊഴി. ഡീമണിയും പോറ്റിയും തമ്മിൽ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നു. അത് ശബരിമലയിലെ ഉരുപ്പടികളാണെന്നും മൊഴി. ഉരുപ്പടികൾ കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ഡീമണി പറഞ്ഞു. ഡിണ്ടിഗലിലെ വീട്ടിൽ വെച്ച് തന്നെ ചർച്ചകൾ നടന്നുവെന്നും തിരുവനന്തപുരത്തെ ഉരുപ്പടി കൈമാറ്റത്തിന് താൻ സാക്ഷിയാണെന്നും വ്യവസായിയുടെ മൊഴി. ഇടപാടിനായി ആദ്യം സമീപിച്ചത് തന്നെയാണെന്നും വിദേശ വ്യവസായി ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയമുണ്ടെന്നും മൊഴി. ഡീമണി ലോഹക്കച്ചവടക്കാർക്കിടയിൽ ദാവൂദ് മണി എന്നാണ് അറിയപ്പെടുന്നതെന്നും മൊഴി. ഇന്ന് തന്നെ വ്യവസായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഹരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, നാളെ ഡീമണിയും ശ്രീകൃഷ്ണനും അടക്കമുള്ളവർ, ബാലമുരുകനും അടക്കമുള്ളവർ SITക്ക് മൊഴി നൽകാൻ വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ വ്യവസായിയുടെ മൊഴിയെടുത്തിരിക്കുന്നത്. വ്യവസായി ഒരു ദൃക്സാക്ഷിയെ പോലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഡീമണിക്ക് ഇനി ഒഴിഞ്ഞു മാറുക സാധ്യമാണോ ഹരി? അരുൺ, തീർച്ചയായിട്ടും പ്രവാസി വ്യവസായിയുടെ മൊഴി വളരെ നിർണായകമാണ്. അത് ഡീമണിയെ കുരുക്കുന്ന മൊഴി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണ്ണ ഉരുപ്പടികൾ ഈ ഡീമണിക്ക് കൈമാറുന്നത്. ആ ഉരുപ്പടികൾ തന്നെ കാണിച്ചുകൊണ്ട് ഈ കച്ചവടത്തിൽ തനിക്ക് താല്പര്യമുണ്ടോ എന്നാണ് ഡീമണി ചോദിച്ചത്. ഇങ്ങനെ ഒരു കൂടിയാലോചന, ഒരു ചർച്ചയൊക്കെ തന്നെ നടന്നത് ഡിണ്ടിഗലിലെ ഡീമണിയുടെ വീട്ടിൽ വെച്ചാണ് എന്ന് കൂടി പ്രവാസി വ്യവസായി പറയുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ചില സംശയങ്ങൾ കാരണം താൻ ഡീമണിയോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് ശബരിമലയിലെ ഉരുപ്പടികൾ, ഒപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലെ ഉരുപ്പടികൾ ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. അത് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് വെളിപ്പെടുത്താൻ കഴിയില്ല, കൂടുതൽ കാണിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തുണി മൂടപ്പെട്ട രീതിയിലും ചാക്കിലുമൊക്കെയായി വിവിധ ഉരുപ്പടികൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഇയാൾ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് എന്തൊക്കെ ഉരുപ്പടികളാണ് എന്നുള്ളത് പ്രവാസി വ്യവസായിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിലെ ചില വില തർക്കങ്ങൾ, വിലപേശലുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംശയങ്ങൾ, തർക്കങ്ങളൊക്കെയാണ് പിന്നീട് താൻ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്നാണ് പ്രവാസി വ്യവസായി പറയുന്നത്. പക്ഷേ തന്നോടാണ് ആദ്യമായി ഇത് വിൽക്കുന്ന കാര്യം ഡീമണി സംസാരിച്ചത് എന്നുള്ളത് പ്രവാസി വ്യവസായി പറയുന്നു. മാത്രമല്ല തനിക്കിത് കൈമാറിയത് പോറ്റിയാണെന്നുള്ള ഒരു വ്യക്തത കൂടി ഡീമണി അന്ന് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രവാസി വ്യവസായി SITക്ക് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. പിന്നീട് താൻ ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറുകയും ഈ കച്ചവടം മറ്റാരൊക്കെയോ തമ്മിൽ നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. പക്ഷെ ആ കാര്യമൊന്നും തനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പോറ്റി ഈ പറയുന്ന ഉരുപ്പടികളൊക്കെ തന്നെ ഡീമണിക്ക് കൈമാറിയത്. പിന്നീടാണ് ഡീമണി ഇത് ഡിണ്ടിഗലിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ തനിക്കറിയാം. മാത്രമല്ല ഇതിന്റെ പിന്നീട് നടന്ന, തിരുവനന്തപുരത്ത് നടന്ന ഇടപാട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില പണ ഇടപാടുകൾ ഒക്കെ തന്നെ താൻ സാക്ഷിയായതാണ്. അതിനെക്കുറിച്ചുള്ള ചില തെളിവുകൾ താൻ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ പ്രവാസി വ്യവസായിയുടെ മൊഴിയിലുണ്ട്. അതിൽ ചില ചിത്രങ്ങൾ കൈമാറിയതടക്കം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുകയാണ്. ആരാണ് ഈ ഉരുപ്പടികൾ കൈമാറിയത്, എവിടെ നിന്നുള്ള ഉരുപ്പടികളാണെന്നുള്ള വിവരമാണ് പ്രവാസി വ്യവസായിക്കുള്ളത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തത വന്നിരിക്കുന്നത്. അതിങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഉരുപ്പടികൾ കൈമാറിയത്. അത് ശബരിമലയിലെ ഉരുപ്പടികൾ അതിനകത്തുണ്ട്, മറ്റ് ക്ഷേത്രങ്ങളിലെ ഉരുപ്പടികളുണ്ട്. പക്ഷേ അത് എന്തൊക്കെ ഉരുപ്പടികളാണ് എന്നുള്ളതിലാണ് ഇനിയിപ്പോൾ ഒരു വ്യക്തത വരേണ്ടത്. ഇതിനോടൊപ്പം തന്നെ 2 തവണ പ്രവാസി വ്യവസായിയിൽ നിന്ന് ഇതിൽ വ്യക്തത തേടിക്കൊണ്ടുള്ള മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് വീണ്ടും പ്രവാസി വ്യവസായിയെ കാണാൻ വേണ്ടി SIT തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചല്ല, മറ്റൊരിടത്ത് വെച്ചുകൊണ്ട് ആ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് SIT പോയിരിക്കുന്നത്. നാളെ ഡീമണിയുടെ മറ്റ് സംഘാംഗങ്ങളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പ്രവാസി വ്യവസായിയുടെ മൊഴി വീണ്ടും മൂന്നാമതും രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും വിവരം നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. ഈ മണി എന്ന് പറയുന്ന നമ്മളോട് കഴിഞ്ഞ ദിവസം ഞാനല്ല ഡീമണി, താൻ MS മണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വ്യക്തി തന്നെയാണ് പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറഞ്ഞ ഉരുപ്പടികൾ വിൽക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള മണി എന്നുള്ള കാര്യത്തിൽ പ്രവാസി വ്യവസായി തന്നെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അരുൺ. ഓക്കെ, താങ്ക് യു ഹരി. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. എന്ന മാതിരി നടിപ്പാ നിങ്ങൾ നടിച്ചതപ്പാ. ഈ ഡീമണിയുടെ നടിപ്പ് കണ്ടിട്ട് നമ്മൾക്ക് തന്നെ കരച്ചിൽ വന്നു. ഞാൻ ഡീമണിയല്ല എന്ന് പറഞ്ഞ കരച്ചിലൊക്കെ കരഞ്ഞു കളഞ്ഞു പുള്ളി. ആ ഡീമണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സ്വർണ്ണ ഉരുപ്പടികൾ കൈമാറ്റം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ആ വ്യവസായിയുടെ മൊഴി. ഇത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്.